സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ സൂറത്തു സ്വാഫാത്തിലെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാ മൂന്നാമത്തെ ക്ലാസ് ആണിന്ന്. 16-ാമത്തെ ആയത്തോട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 16 മുതൽ 21 വരെയുള്ള 6 ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون فإنما هي زجرة واحدة فإذا هم ينظرون وقالوا يا ويلنا هذا يوم الدين هذا يوم الفصل الذي كنتم به تكذبون. إن شاء الله نودا ഓതിക്കോളൂ എല്ലാവരും. أعوذ بالله من الشيطان الرجيم. أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون. أو آباؤنا الأولون قل نعم وأنتم داخرون فإنما هي زجرة واحدة فإذا هم ينظرون وقالوا يا ويلنا هذا يوم الدين هذا يوم الفصل الذي كنتم به تكذبون. ഇത്ര ആയത്തുകളാണ്. 16-ാം വചനത്തിൽ ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ അഇന്ന ലമബ്ഊസൂൻ. സായാണ് മബ്ഊസൂൻ. അവിടെ സ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. അതേപോലെ 18-ാം വചനത്തിൽ ഖുൽ നഅം വഅൻതും ദാഖിറൂൻ. ദാഖിറൂൻ ഖ എന്ന അക്ഷരം. അതേപോലെ ഏറ്റവും അവസാനത്തെ 21-ാം ആയത്തിൽ നമ്മൾ നോദിയതിൽ ഹദാ യൗമുൽ ഫസ്ൽ, സ്വാദാണ്, സീനാവരുത് നമ്മളെ പാരായണത്തിൽ. ഹദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇൻഷാ അല്ലാ. അപ്പോ 16-ാമത്തെ ആയത്ത് ഇദാ മിത്ന. ഈ സമാനമായ ആയത്ത് സൂറത്ത് നാസിയാത്തിൽ നമ്മൾ കഴിഞ്ഞ ടൈമിൽ പഠിച്ചപ്പം വന്നിട്ടുണ്ട്. ഇദാ മിത്ന വകുന്ന എന്താണ്? ഇന്നാല മർദൂദൂന. അതിങ്ങനെയല്ല, ഇന്നാല മർദൂദൂന എന്നാണ്. അപ്പോൾ ഇവിടെ ഇദാ മിത്ന, നാം മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെട്ടാലോ. ആര് പറയാണ്? ഈ മുശ്രിക്കുകളായ ആളുകൾ, പരലോക നിഷേധികളായ ആളുകൾ പറയാണ് ഇദാ മിത്ന, ഞങ്ങൾ മരണപ്പെടുകയും അല്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെട്ടാലോ വകുന്ന തുറാബൻ, എന്നിട്ട് ഞങ്ങൾ മണ്ണായി തീരുകയും വഇളാമൻ, എല്ലുകളും അഇന്ന, എന്നിട്ട് ഞങ്ങളോ ലമബ്ഊസൂൻ, എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. അപ്പൊ ഞങ്ങൾ മരണപ്പെടുകയും മണ്ണും എല്ലുകളുമായി തീരുകയും ചെയ്തിട്ടാണോ തീർച്ചയായും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നത്? അത് ഞങ്ങൾ മാത്രമല്ല, വീണ്ടും തൊട്ടടുത്ത ആയത്തിൽ കാണാം അവ ആബാ ഉനൽ അവ്വലൂൻ. അവ ആബാ ഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പിതാക്കളുമോ എന്നാ ചോദിക്കുന്നത്. അൽ അവ്വലൂൻ, പൂർവികന്മാരായ. അബുൻ
എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ എന്ന് പറഞ്ഞാൽ പിതാക്കൾ, വാപ്പമാർ, ബഹുവചനാണ്. അതുപോലെ 16-ാമത്തെ ആയത്തിൽ ഇലാം, എല്ലുകൾ, അളും എന്നതിന്റെ ജം ആണ് ഇലാം, അളുമുൻ ജം ഇലാം. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അത്തിരിബത്തു എന്നാണ് അതിന്റെ ജം വരുന്നത്. അത്തിരിബത്ത് എന്ന് വെച്ചാൽ മണ്ണുകൾ, തുറാബ് എന്ന് വെച്ചാൽ മണ്ണ്. അപ്പൊ അവിടെ തുറാബ് എന്നുള്ളത് ഏകവചനവും ഇലാം എന്നുള്ളത് ബഹുവചനമായിട്ടാണ് ആയത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മരണപ്പെടുകയും മണ്ണും എല്ലുകളും ഒക്കെയായി തീരുകയും ചെയ്തിട്ടാണോ തീർച്ചയായും ഞങ്ങൾ ഈ രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക? ഇതേ രൂപത്തിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മരിച്ചുപോയ ഞങ്ങളുടെ വാപ്പമാര്, വല്യപ്പന്മാര്, അവരൊക്കെ അതേ രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ എന്ന് പിന്നെ ഈ മുശ്രിക്കുകളായ ആളുകൾ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ നിരീശ്വരവാദം തലയ്ക്ക് പിടിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഈ പരലോക നിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഒത്തിരി ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള വിശ്വാസക്കാര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങൾക്കനുസരിച്ച് ചിലര് വീണ്ടും നല്ല മനുഷ്യരായി പുനർജനിക്കും. ചില ആളുകൾ പട്ടിയായിട്ടായിരിക്കും ജനിക്കുക, ചില ആളുകൾ പന്നിയായിട്ടായിരിക്കും എന്നുള്ള ഈ പുനർജന്മ വിശ്വാസം, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഉണ്ട്. അപ്പം നിരീശ്വരവാദം, പരലോക നിഷേധം, അതേപോലെ പുനർജന്മ വിശ്വാസം, ഇങ്ങനെ തുടങ്ങി പിഴച്ച ഒരുപാട് വിശ്വാസങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടത്. നമ്മളെപ്പോലെ ബുദ്ധിയും വിവരവും വിവേകശേഷിയൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അതേപോലെ പൈശാചിക പൂജ നടത്തി അതുപോലും ഒരു പുണ്യകർമ്മമായി കാണുന്ന, പിശാചിനെ ആരാധിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ. അപ്പൊ അതിലൊന്നും പെടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്തു എന്നത് റബ്ബ് നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവരാണ്, അള്ളാഹുവിന്റെ സ്ഥാനവും മഹത്വവും അറിഞ്ഞവരാണ്, അള്ളാഹുവിനോടുള്ള ഹക്ക്, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സിൽ ഇരിക്കുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ തന്നെ. അതിന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരുപാട് സ്തുതിക്കണം. അപ്പൊ ഈ ആയത്തിൽ, ഈ രണ്ടായത്തിൽ പറഞ്ഞതിന് സമാനമായ വിഷയങ്ങൾ വേറെയും സൂറത്തിൽ വന്നത് ഖുർആനിലുണ്ട്. അതിലൊന്നാണ് നമ്മൾ എല്ലാ ആഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, 18-ാമത്തെ സൂറത്ത്. അതിന്റെ തൊട്ട് മുമ്പ് ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇസ്രാ. അതിലെ 49-ാമത്തെ ആയത്തിൽ കാണാം, വഖാലു ഇദാ കുന്ന ഇളാമൻ വ റുഫാതൻ ഇന്നാ ലമബ്ഊസൂൻ. നമ്മൾ എല്ലുകളും ഈ രൂപത്തിലുള്ള അവസ്ഥകളിലൊക്കെ എത്തിയിട്ട് ഇനിയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ ഈ മുഹമ്മദ് നമ്മളോട് പറയുന്നത്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് എന്നവർ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ 17-ാമത്തെ സൂറത്താണ്, വാക്യ അല്ല, 17-ാമത്തെ സൂറത്തുൽ ഇസ്രാ ആണ്, ഇസ്രായേലല്ലേ. അതേപോലെ സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണ്. അതിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അവരുടെ അവരുടെ എല്ലുകളെ ഒരുമിപ്പിച്ചു കൂട്ടാൻ അള്ളാഹുവിന് കഴിയില്ല എന്നാണോ മനുഷ്യ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് അള്ളാഹു പറയാണ്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്തിയവനാകുന്നു അവൻ. അങ്ങനെയുള്ള റബ്ബിന് എന്ത് പ്രയാസം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ കൈവിരലിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യന് ഇങ്ങനെ ഒരു വിരലടയാളമില്ല. ലോകത്തിന് ജനിച്ചവരോ മരിച്ചവരോ ജനിക്കാനിരിക്കുന്നവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആളുകൾ ആർക്കുമില്ല. അപ്പൊ ആ വിരൽ തലപ്പുകളെ പോലും സംവിധാനിക്കാൻ കഴിവുള്ള റബ്ബിന് എല്ലുകളെ വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന് മനുഷ്യ നീ കരുതിയിരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക, അവരെ പഴയ രൂപത്തിലാക്കുക എന്നുള്ളത് ഒരു നിലയ്ക്കും പ്രയാസമുള്ള കാര്യമേ അല്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് ഏതൊരു ക്ലാസ്സിലും പറഞ്ഞിരുന്നു, അജബത്തു ദനബ് എന്ന് പറയുന്ന ഒരു എല്ല്
നമ്മുടെ മുതുകല്ലിൻ്റെയും മറ്റുമൊക്കെ ഇടയിലായിട്ടുള്ള, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ചെറിയ എല്ലിൻ്റെ കഷ്ണം, അതിൽ നിന്നാണ് സർവ്വ മനുഷ്യരെയും അള്ളാഹു പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ആ എല്ല്, ശരീരത്തിലെ ആ ഒരു എല്ലിൻ കഷ്ണം, എല്ലിൻ്റെ പൊടി ഏത് തീയിലിട്ടാലും അത് കരിഞ്ഞു പോവുകയില്ല, മണ്ണിലത് തുരുമ്പിപ്പോവുകയില്ല, അതവിടെ കിടക്കുന്നതാണ്. അതിൽ നിന്നാണ് എല്ലാ പടപ്പുകളെയും അള്ളാഹു നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്, ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആ എല്ലിൽ നിന്നാണ് എന്നുള്ള. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ മറുപടിയാണ് ഇത്തരം ആയത്തുകളിലൂടെ നൽകുന്നത്. ഇവിടെയും അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ഇനി ഉയർത്തെഴുന്നേൽക്കും എന്നാണോ പറയുന്നത്, ഇനിയൊരു ജീവിതമുണ്ടെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് തൊട്ടടുത്ത ആയത്തിൽ, 18-ാമത്തെ ആയത്തിൽ അള്ളാഹു കൊടുക്കുന്ന മറുപടി ഇതാണ്: ഖുൽ, നബിയെ അവരോടങ്ങ് പറയും, നഅം, അതേ, വ അൻതും, നിങ്ങളാവട്ടെ, ദാഹിറൂൻ, നിസ്സാരന്മാരായിരിക്കുമെന്ന്. അപ്പം നബിയോട് പറയാണ്, നബിയെ അവരോട്, അത് സംഭവിക്കും, അത് ഉറപ്പായും ആ ഖിയാമത്ത് നാൾ ഉണ്ടാകും, നിങ്ങളാകട്ടെ അന്ന് നിന്ദ്യരായിരിക്കും. ദാഹിറൂൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യർ എന്ന അർത്ഥമാണ്. അതായത് ഇവിടെ അള്ളാഹുവിനെ പരിഗണിക്കാതെ, ദീനിനെ പരിഗണിക്കാതെ, വേദഗ്രന്ഥങ്ങളെ പരിഗണിക്കാതെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും ജീവിക്കാത്ത ആളുകൾ, നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ദ്യരായി അവിടെ നിൽക്കുന്നതാണ്, നരകത്തിന് സമീപം നിൽക്കുന്നതാണ് എന്നൊക്കെ വേറെ ആയത്തുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് അള്ളാഹുവിൽ അവിശ്വസിച്ച, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന നിന്ദ്യതയാണ്, എല്ലാ നിലയ്ക്കുമുള്ള നിന്ദ്യത. നമ്മൾ പറയാറില്ലേ, അവൻ ആളുകൾക്ക് മുമ്പിൽ മാനം കെട്ടു, നാണം കെട്ടു എന്ന് പറയാറില്ലേ. അപ്പം എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ആളുകൾക്ക് മുമ്പിൽ നാണം കെടരുത് എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇവിടെ പിന്നെ അള്ളാഹു ഏറ്റവും നിന്ദ്യരായി, അപമാനിതരായി പരലോകത്ത് ഇവരെ നിർത്തും എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് എപ്പോഴാണെങ്കിൽ എത്ര വേഗതയിലാണ്, എത്ര പെട്ടെന്നാണ് എന്ന് പറയുന്നുണ്ട്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും യൻദുറൂൻ. എത്ര പെട്ടെന്നാണ്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ, ഫഇന്നമാ ഹിയ, തീർച്ചയായും അത്, സജ്റത്തുൻ, ഒരട്ടഹാസമാണ്, അല്ലെങ്കിൽ വലിയൊരു ശബ്ദം മാത്രമായിരിക്കും. സജ്റത്തുൻ വാഹിദ, ഒരൊറ്റ ശബ്ദം. ഫൈദാഹും, അപ്പോൾ അവരതാ, യൻദുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കാണുന്നു എന്നൊക്കെയാണ്. അപ്പൊ ആയത്തിന്റെ അർത്ഥം മൊത്തത്തിൽ നോക്കിയേ, എന്നാൽ അത്, ആ സംഭവം ഒരേ ഒരു അട്ടഹാസം മാത്രമായിരിക്കും, അപ്പോഴേക്കും അവരതാ എഴുന്നേറ്റ് നോക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 2 ഊതൽ അതിലുണ്ടാവും എന്നുള്ളതാണ്. 2 ഊതൽ. ഒന്നാമത്തത് എല്ലാം നശിക്കും, രണ്ടാമത്തതാവട്ടെ എല്ലാം ഉയർത്തെഴുന്നേൽക്കാണ്, മനുഷ്യർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പം പിന്നെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെ നമുക്കറിയാം, സ്വർഗം, നരകം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിചാരണയുണ്ട്, ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ഷഫാഅത്തുകൾ നടക്കാനുണ്ട്. അപ്പൊ അവിടെ വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അള്ളാഹു ഒരു നിർഭയത്വവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇട്ടുകൊടുക്കുമ്പോൾ, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ കൊടുക്കുന്നത് നിന്ദ്യതയായിരിക്കും, അപമാനമായിരിക്കും, അതേപോലെ തന്നെ ബേജാറും വെപ്രാളവും. അതായത് നിഷേധിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നതായിട്ട് കൺമുമ്പിൽ അവർ കാണുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും യൻദുറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം അതാണ്. ഇനി അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വചനം, വഖാലു, അവർ വിലപിക്കുന്നതാണ്, അവർ വിലപിക്കുന്നതാണ്. വഖാലു യാ വൈലന ഹാദാ യൗമുദ്ദീൻ. വഖാലു, ആ നിഷേധികളായ ആളുകൾ പറയും, എന്ത് പറയും? യാ വൈലന, ഞങ്ങളുടെ നാശമേ, അല്ലെ ഞങ്ങളുടെ കഷ്ടമേ. അതായത് സ്വന്തത്തെ തന്നെ അവിടെ ശപിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു പോയല്ലോ എന്ന്. ഹാദ, ഇത്, യൗമുദ്ദീൻ, പ്രതിഫലത്തിന്റെ ദിവസമാണ്, അല്ലെങ്കിൽ നടപടിയെടുക്കലിന്റെ ദിവസമാണ്. അവർ പറയാൻ, ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ നാശമേ, ഇത് പ്രതിഫലത്തിന്റെ അല്ലെങ്കിൽ പ്രതിഫല നടപടിയുടെ ദിവസമാണ്.
അപ്പൊ ആ ദിവസത്തിൽ എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ട്, ഒരാൾ ഒഴിവായി പോയിട്ടില്ല. എന്നിട്ട് അവരോട് പറയുന്ന ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, ഇത് അള്ളാഹു അവരോട് പറയുന്നതാണെന്നാണ്. ഹാദാ യൗമുൽ ഫസ്ൽ, ഇതത്രേ തീരുമാനത്തിന്റെ ദിവസം. യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനത്തിന്റെ ദിവസം. ഇനി ഒന്നും മുമ്പോട്ട് നീണ്ടു പോകുന്നില്ല, തീരുകയാണ്, ഇവിടെ ലാസ്റ്റാണ്. ഇനി വിധിയാണ്, ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് നരകത്തിൽ പോവുക. അതാണ് ഹാദാ യൗമുൽ ഫസ്ൽ. ഇതാണ് നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്ന ആ ദിവസം. അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്ന ആ ദിവസം ഇതാണ് എന്നവരോട് പറയുന്നതാണ്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ് എന്നുള്ളതാണ് ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ നരകത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മഹ്ശറിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നിന്ദ്യരായി അവർ അവിടെ നിൽക്കുമ്പോൾ അവരുടെ എല്ലാ സമാധാനവും പോവും. അവരിതുവരെ നിഷേധിച്ചിരുന്നത് കൺമുമ്പിൽ കാണുകയാണ്. അതേപോലെ തന്നെ സമാധാനത്തോടു കൂടി മഹ്ശറിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി മഹ്ശറിൽ നിൽക്കാൻ സാധിക്കുക, അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുക, അതേപോലെ തന്നെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വർഷം കഴിയുകയാണ്, ഒരു വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു വർഷം പിറക്കാൻ പോവാണ്. നമ്മളിപ്പം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പം ഞാൻ ഇന്നലെ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും ഇല്ല, പലരും മരണപ്പെട്ടിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ നമുക്കുണ്ട് അല്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങളുമൊക്കെ ആയിട്ട് കുറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുതുവർഷമായതിന്റെ പേരിലല്ല, മറിച്ച് ഓരോ വർഷവും നമ്മൾ എണ്ണുന്നതാണല്ലോ, നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന തീയതികളും മാസങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഇങ്ങനെ ആയാൽ പോരാ, ഒന്നുകൂടി മാറണം, ഒന്നുകൂടി ഓതണം, ഒന്നുകൂടി പഠിക്കണം എന്നുള്ള ഒരു ചിന്ത, എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരണം. മാത്രമല്ല ഇപ്പം നമുക്കിപ്പം 70 71 വയസ്സാകുന്നു, 60 61, അല്ലേ, 30 31. അപ്പം നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ, ഒരു ടൈമുണ്ട്. ആ സമയത്തിലേക്ക് നമ്മൾ ഒരല്പം കൂടി അടുത്തിരിക്കുന്നു എന്നുള്ള ബോധമാണ് ശരിക്കും ഓരോ പുതിയ വർഷം വരുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. പക്ഷെ ആളുകൾ ഒരു പുതിയ വർഷം വരുമ്പം പിന്നെ അടിച്ചു പൊളിച്ച് എങ്ങനെയെല്ലാം ആഘോഷിക്കാൻ പറ്റും എന്ന ആലോചനയിലും ചിന്തയിലുമാണ്. അതിന് കള്ള് വേണം, അതിന് പലതും വേണം. അങ്ങനെ ആടിത്തിമിർക്കാനുള്ള ഒരുക്കത്തിലാണ് നടക്കുന്നത്. ലോകത്ത് കോടിക്കണക്കിന് രൂപയാണ് ഒരു പുതുവത്സരത്തിന്റെ പേരിലും പുതുവത്സരാഘോഷത്തിന്റെ പേരിലൊക്കെ ആളുകൾ പൊടിച്ചു കളയുന്നത്. അപ്പൊ ശരിക്കും ആഘോഷമല്ല ഓരോ പുതിയ വർഷം കടന്നു വരുമ്പോഴും വേണ്ടത് ആലോചനകളും ചിന്തകളും മാറ്റങ്ങളുമൊക്കെയാണ് എന്നുള്ളതാണ് ഈമാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇന്നിപ്പം ഏറ്റവും അവസാനം പറഞ്ഞ ആയത്തിൽ കണ്ടില്ലേ, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്, സ്വന്തത്തെ ശപിക്കുകയാണ്. ഖുർആനില് 21-ാമത്തെ സൂറത്ത് അംബിയയിലെ 14-ാമത്തെ ആയത്തിൽ ഇതുപോലെ കാണാം. കാലു യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമം ചെയ്ത ആളുകൾ പെട്ടുപോയല്ലോ, എന്തൊരു കഷ്ടം, എന്തൊരു നാശം എന്നവർ പറയുന്നുണ്ട്. അതേപോലെ ഖുർആനിലെ 21-ാമത്തെ സൂറത്ത് 97-ാമത്തെ ആയത്തിൽ കാണാം, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ അള്ള പറഞ്ഞ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു തികഞ്ഞ അശ്രദ്ധയിലായിരുന്നല്ലോ ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ ളുൽമ് ചെയ്തു പോയി, അക്രമം ചെയ്തു പോയി, അനുസരണം കെട്ടവരായി പോയി, ശ്രദ്ധിച്ചില്ല. പല കാര്യങ്ങളും നബിമാർ വന്നു, വേദഗ്രന്ഥം വന്നു, ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ തികഞ്ഞ അശ്രദ്ധയിൽ ഞങ്ങൾ ജീവിച്ചു, അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിലപിക്കുന്ന ആളുകൾ. അതേപോലെ ഖുർആനിലെ 36-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിലെ 52-ാമത്തെ ആയത്തിൽ ഇതേ വിഷയമാണ് പറയുന്നത്. കാലു യാ വൈലന, ഞങ്ങളുടെ നാശമേ, അവർ പറയണം, മൻ ബഅസന മിൻ മർക്കദിന ഹാദാ, ഈ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാ?
അവിശ്വാസികൾ പറയുന്നത് മാ വഅദ റഹ്മാനു വസദക്കൽ മുർസലൂൻ, ഇത് പരമകാരുണികൻ വാഗ്ദത്തം ചെയ്തതും പ്രവാചകന്മാരെല്ലാം സത്യപ്പെടുത്തിയതുമായ ദിവസമാണ് എന്ന് പറയുന്നതാണ്. അപ്പം ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ മാത്രമേ ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷം കവറിക്കിടന്ന ആളുകൾക്ക് തോന്നുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ വേറെ സൂറത്തിൽ കാണാം, ഇല്ല അഷിയത്തന ളുഹാഹ, ഒരു വൈകുന്നേരമോ ഒരു പ്രഭാത സമയമോ മാത്രം ഇവിടെ കഴിച്ചു കൂട്ടിയതുപോലെ മാത്രമേ തോന്നുള്ളൂ എന്നുള്ളതാണ്, നമ്മൾ ഇത്രയും കാലം ആയിരുന്നിട്ട് പോലും. അപ്പൊ ഇങ്ങനെ ഒരു സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന, സ്വന്തത്തെ ശപിക്കുന്ന, ഞങ്ങളുടെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നാളെ പരലോകത്ത് വെച്ച് മഹ്ശറിൽ വെച്ച് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല, നമുക്കുണ്ടാകാൻ പാടില്ല, ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അത് കാത്തു നിൽക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം നിഷേധികളുടെ വർത്തമാനങ്ങളൊക്കെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവെ നീ അതിലൊന്നും എന്നെ ഉൾപ്പെടുത്തിയില്ലല്ലോ, നീ എനിക്ക് ഹിദായത്തിന്റെ മാർഗത്തിൽ വെളിച്ചം കാണിച്ചു തന്നല്ലോ എന്നുള്ള ഒരു ചിന്തയും, അതേപോലെ തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ ഒരു റബ്ബിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ എപ്പോഴും ഉറച്ചു നിർത്താനുള്ള പ്രാർത്ഥനയും എപ്പോഴും നമുക്ക് വേണ്ട. ഖുർആനിൽ ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന, ഖുർആനിൽ വന്ന റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്നുള്ള പ്രാർത്ഥന, ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അപ്പൊ നമ്മൾ ഇന്ന് ഈ സൂറത്തു സ്വാഫാത്തിന്റെ 21 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത്. ചെറിയ ആയത്തുകളാണ്. ആയത്തുകൾ കാണാതെ പഠിച്ചു പോയാൽ നമുക്ക് സൂറത്തും ബൈഹാട്ടാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ വളരെ ഇഖ്ലാസോട് കൂടി ഖുർആൻ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.